حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസക്കാരാവാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായി മാറാൻ, ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വയോടെ ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണം. ഈമാനോടെ മരണപ്പെടുന്നവരുൾപ്പെടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. റഹ്മാനായ റബ്ബ് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരിൽ നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നിരന്തരമായി പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലെ കാലത്ത് ഒരു ദിവസമെങ്കിലും നമ്മൾ കേൾക്കാതെ പോവാത്ത ഒരു വാർത്തയാണ് മരണവുമായി ബന്ധപ്പെട്ടത്. കൊലപാതകമായി, ആത്മഹത്യകളായി, അറ്റാക്കുകളായി, സ്വാഭാവിക മരണങ്ങളായി നിരന്തരമായി നമ്മുടെ കാതുകളിലും കണ്ണുകളിലും വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു നാൾ ആ വാർത്ത നമ്മെക്കുറിച്ചുമാവും എന്നത് നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഒരു മരണവാർത്ത കേട്ടാൽ നമ്മുടെ ചിന്തയിലുണ്ടാവുക അയാളുടെ കുട്ടികൾ പ്രായമായ ആളുകളാണോ, വരുമാനമുള്ള ആളുകളാണോ, ചെറിയ മക്കളാണോ, ആ കുട്ടികളുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും, അയാളുടെ ഭാര്യയുടെ ഗതി എന്താണ്, പാവം മാതാപിതാക്കൾ കഷ്ടപ്പാടിലായല്ലോ എന്നിങ്ങനെ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ആലോചിച്ചും സങ്കടപ്പെട്ടും കൊണ്ടിരിക്കും. എന്നിട്ട് അവരെ മരണപ്പെട്ടയാൾക്ക് വീടില്ലാത്ത ആളായിരുന്നുവെങ്കിൽ അയാൾക്ക് വീട് വെക്കാനും അയാളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും നിത്യച്ചെലവിനും സംരക്ഷണത്തിനും ഉള്ള ഫണ്ട് കണ്ടെത്താനും
ആ മാതാപിതാക്കളെ സംരക്ഷിക്കാനും എല്ലാത്തിനും നാട്ടുകാർ പങ്കെടുത്ത് സഹകരിച്ച് അയാൾ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യം ആ മരണപ്പെട്ടവന്റെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുകയും ചെയ്യും. വിശിഷ്യ മലബാറിൽ, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ നമ്മുടെ കൂട്ടായ്മയും താല്പര്യവും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ് എന്നതും തർക്കമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർ മരണപ്പെട്ടയാളുടെ കുടുംബങ്ങളുടെ കഷ്ടപ്പാടുകളെയും ഭാവിയെയും കുറിച്ച് ആലോചിക്കുന്നത് പോലെയോ അതിൻ്റെ നേരിയ ഒരംശത്തെ പോലെയോ ഈ മരിച്ചയാളെക്കുറിച്ച് ആലോചിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അനന്തരാവകാശികൾക്ക്, കുടുംബങ്ങൾക്ക് ഇവിടെ നാട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്, പിൻബലം നൽകാൻ സർക്കാർ സംവിധാനങ്ങളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ, അതാണാവട്ടെ പെണ്ണാവട്ടെ, പ്രായമായവരാവട്ടെ അല്ലാത്തവരാവട്ടെ, ഇയാളെക്കുറിച്ച് ആലോചിക്കാൻ ഇനി ആരുണ്ട്? എപ്പോഴെങ്കിലും അയാളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നത് നമ്മളത് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. അയാൾ ആർക്കു വേണ്ടിയായിരുന്നുവോ ജീവിച്ചിരുന്നത്, അവരെല്ലാവരും അയാളെ വിട്ടകന്നു. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, മരണം സന്ദർശിക്കുന്നവർക്ക് മനസ്സുകൊണ്ട് കാതോർത്താൽ ആ മയ്യത്ത് പലതും നമ്മളോട് വിളിച്ചു പറയുന്നത് കേൾക്കാം. സഹോദര, എന്നെ കണ്ടോ? ഞാൻ ആരായിരുന്നു നാട്ടില്? എത്രയെത്ര ആളുകൾ എന്റെ സഹായത്തിനും സംരക്ഷണത്തിനും ഉണ്ടായിരുന്നു. ഇപ്പോ ഒരാളുമില്ല. എന്റെ കണ്ണിനു മുമ്പിൽ മറ്റൊരു ലോകം തുറന്നിരിക്കുന്നു. മറ്റു പലതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, എന്റെ സമ്പത്ത് പോയിട്ട് ഞാൻ ഉടുത്തിരുന്ന വസ്ത്രം പോലും അഴിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് പലതും എന്റെ മാതാപിതാക്കൾക്കും ഇണകൾക്കും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി, ഭർത്താവിനും വേണ്ടി ഞാൻ ചെയ്യാൻ പണിപ്പെടുന്നതിനിടയിൽ മറന്നുപോയിട്ടുണ്ട്. എന്റെ അധ്വാന ഫലം ഇപ്പോൾ അവരുടേതായിരിക്കുന്നു. എനിക്കു വേണ്ടി ഞാനൊന്നും സമ്പാദിച്ചില്ല. അതുകൊണ്ട് സഹോദര, ഈ ഒരു ദുരവസ്ഥ, ഈ ഒരു നിസ്സഹായാവസ്ഥ നിനക്കുണ്ടാവാതിരിക്കണം എന്ന് ഓരോ മരണവും ഓരോ മൃതശരീരവും സന്ദർശകരോട് പറയും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചത്. നമ്മൾ കാണാൻ പോകുന്ന ഒരു മയ്യത്ത് നമ്മളോട് ഇതൊക്കെ പറയുന്നത് കേൾക്കണമെങ്കിൽ അതിന് നമ്മുടെ കണ്ണോ കാതോ തുറന്നു വെച്ചാൽ പോരാ, നമ്മുടെ ഹൃദയം തുറന്നു വെക്കണം. ഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ എന്ന് ഖുർആൻ പറഞ്ഞു. അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, അവരുടെ നെഞ്ചിൻ കൂട്ടിലുള്ള അവരുടെ ഹൃദയങ്ങൾക്കാണ്, മനസ്സുകൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത് എന്ന്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലൻആം
ബൽ ഹും അളല്ല ഉലൈക ഹുമുൽ ഗാഫിലൂൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. മനുഷ്യരിൽ ചിലരുണ്ട്, ജിന്നുവർഗത്തിലുമുണ്ട് അത്തരക്കാർ. അവർക്ക് ചിന്താശേഷിയുണ്ട്, പക്ഷേ അവർ അവരെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. അവർക്ക് കാഴ്ചശേഷിയുണ്ട്, പക്ഷെ കാണേണ്ടത് അവർ കണ്ടില്ല. അവർക്ക് കേൾവിശക്തിയുണ്ട്, കേൾക്കേണ്ടത് പക്ഷേ അവർ കേട്ടില്ല. കാണരുതാത്തതോ കാണേണ്ടതില്ലാത്തതോ ആയ പലതും കണ്ടു. കേൾക്കരുതാത്തതോ കേൾക്കേണ്ടതില്ലാത്തതോ ആയ പലതും കേട്ടു. ചിന്തിക്കാൻ പാടില്ലാത്തതോ ചിന്തിച്ചിട്ട് കാര്യമില്ലാത്തതോ ചിന്തിക്കേണ്ടതില്ലാത്തതോ ആയ പല കാര്യങ്ങളും ചിന്തിച്ചും കേട്ടും കണ്ടുപിരിക്കുന്നതിനിടയിൽ ആയുസ്സു കടന്നുപോയി. ആയുസ് കടന്നുപോയിട്ട് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ ومن ورائهم برزخ إلى يوم يبعثون. അങ്ങനെ ഇരിക്കെ ഹത്താ ഇദാ ജാഅത്തുൽ മൗത്ത്, ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ, ഒരു ചുമയുടെ തലവേദനയുടെ ഛർദിയുടെ രൂപത്തിൽ, ഒരു പനിയുടെ രൂപത്തിൽ, ഒരു കത്തിയായി എങ്ങനെയോ മരണം മുമ്പിലെത്തി. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് തന്റെ കൈകൾ ശൂന്യമായിരിക്കുന്നു. ഞാനൊരു യാത്ര അവസാനിപ്പിക്കുകയല്ല, ഞാൻ ദീർഘമായ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടുന്ന സമയത്ത് അലസത കാണിച്ചതിന്റെ ഫലമായി ഇനി ഇതാ ആ യാത്രയ്ക്കുള്ള സമയത്ത് എന്റെ കയ്യിലോ മനസ്സിലോ കണ്ണിലോ യാതൊന്നുമില്ല. അപ്പോഴും പറയും റബ്ബിർജിഊൻ, പടച്ചവരെ ഒരു അല്പസമയം കൂടി തന്നാൽ, ലൗലാ ഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കണതാ. ലൗലാ ഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരൽപ്പം കൂടി ഒന്ന് മാറ്റിവെച്ച് തന്നാൽ, അവധി ഒരു 2 ദിവസം കൂടി നീട്ടിവെച്ച് തന്നാൽ, 2 ദിവസമൊന്നും വേണ്ട, ഒരു ദിവസമായാൽ മതി, അതും വേണ്ട, ഒരു നിമിഷമായാലും മതി. ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും ഞാൻ എന്റെ ഈ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനു വേണ്ടി ധർമ്മം കൊടുത്തോളാം. എന്തൊക്കെയാണോ പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത് അതൊക്കെ ഞാൻ സത്യപ്പെടുത്തിക്കോളാം. വഅകും മിനസ് സ്വാലിഹീൻ, നല്ല മനുഷ്യനായി ജീവിച്ചു കൊള്ളാം. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഇത്രയും കാലം ഞാൻ ചെയ്യാതിരുന്ന സർവമാന നന്മകളും, പാങ്കൊടുത്ത പള്ളി പോകൂല, നിസ്കരിക്കൂല, ഖുർആൻ പാരായണം ചെയ്യൂല, ദീനീ കാഴ്ചപ്പാടുകളോടൊന്നും താല്പര്യമില്ല, അങ്ങനെയാണ്ട് പോയി. മരിച്ചോടത്ത് പോയാലും മൊബൈൽ, വാട്സപ്പ്, ജനിച്ചോടത്ത് പോയാലും അത് തന്നെ. ഒരു അത്യാപത്ത് മുന്നിൽ കണ്ടാൽ അത് വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലിട്ട് രസിക്കുന്ന സമയം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള സമയമാണ് നമുക്കിപ്പോ ദുനിയാവ്. അതിന് കിട്ടുന്നതൊക്കെ ഈ നമ്മൾ സമ്പാദിക്കും. അങ്ങനെ 4 ഫോളോവേഴ്സിനെ കൂട്ടിയിട്ട് അതിന്റെ വരുമാനം കൊണ്ട് നമ്മൾ അടിച്ചു പൊളിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരും ആരോടും ചോദിക്കാതെ,
ആരോടും പറയാതെ, ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ, ആരെതിർത്താലും അത് വിഷയമാക്കാതെ, അല്ലേ? അങ്ങനെയല്ലേ? ഇന്ന് രാവിലെ നമ്മൾ കേട്ടെന്താ? സുബീന് 11-ാമത്തെ ആയത്തില്, സൂറത്ത് സജ്ജതയുടെ ആയത്തിൽ എന്താ നമ്മൾ കേട്ടത്? വരും ഞാൻ, അല്ലേ? എന്റെ ആളുകൾ കൊല്ലും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും. നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞാൻ ചില ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, പിടിക്കാൻ വരുമവർ. യതവഫാക്കും, അവർ നിങ്ങളെ പിടിച്ചെടുക്കും. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ കുടുംബത്തിനിടയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനിച്ചിട്ടില്ല. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, വന്ന വഴി തെളിയുകയാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് വന്ന ആ വഴിയുണ്ടല്ലോ, അത് തെളിയുകയാണ്. ആരാണോ പറഞ്ഞു വിട്ടത് അവന്റെ അരികിലേക്ക് തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണെന്ന് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അപ്പൊ ബോധ്യപ്പെട്ടിട്ട് എന്താ കാര്യം? കയ്യിലൊരു മുതലില്ല, വണ്ടിക്കൂലിക്കുള്ള പൈസയില്ല, യാത്രയിൽ കുടിക്കാനുള്ളൊരു കുപ്പി വെള്ളമില്ല. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോണ സാധനങ്ങളാണ് കൂട്ടത്തില്, അല്ലേ? ഒരു ബിസ്ക്കറ്റിന്റെ പൊട്ടില്ല, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടില്ല, ഒരു സ്വതക്ക ചെയ്തതില്ല, ഒരായത്ത് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല. ഇക്കോലത്തിൽ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് ഇത് വരുന്നത്, അല്ലേ? യുദ്രിക്കുമുൽ മൗത വലൗ കുന്തും ഫീ ജുറൂജിൻ മുസയ്യദ. നിങ്ങൾ എത്ര അടച്ചുറപ്പുള്ള കൊട്ടാരത്തിനുള്ളിൽ പോയി വിളിച്ചാലും കൃത്യസമയത്തോടെ വരുന്ന ലബറസല്ലദീന കുതിബ അലൈഹിമുൽ മൗതു ഖിതാലു ഇലാ മലാജിഇഹിം, അത് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത്, അത് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരുവണോ സമയത്ത്, ഫൈദാ ജാ അജലുഹും ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട എക്സ്പയറി ഡേറ്റിന്റെ അവസാന സെക്കൻഡ്, അതിൽ നിന്ന് ഒരു സെക്കൻഡ് മുമ്പ് നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകില്ല. ആ സെക്കൻഡ് വന്നാൽ വലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ സെക്കൻഡ് വന്നാൽ പിന്നെ ഒട്ട് ബാക്കിയും വെക്കൂല. അപ്പൊ നിരോധിച്ചിട്ട് കാര്യമില്ല. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്ന മരണം ഒരു എന്നൊരു ശബ്ദമായിട്ട് നിങ്ങളുടെ തൊണ്ടക്കുഴിയില്, അല്ലേ? നമ്മളങ്ങനെയല്ലേ പറയാം, തൊണ്ടക്കുഴി ഒരു എന്ത് വലിച്ചിരുന്ന പറയാം, ഒരു കറാന്നൊരു ശബ്ദം ഇങ്ങനെ വിണ്ടുണ്ട്. അതന്നെ ഉള്ളു, വേറൊന്നുമില്ല. പിന്നെന്താ പറയല്? ഇവിടെ മാത്രം ഒരു ഇളക്കണ്ടെന്നാ പറയാം, ചൂണ്ടിക്കാണിച്ചിട്ടേ, അല്ലേ? അവിടേക്ക് എത്തുന്ന ഒരു സമയം മുഅ്മിനീങ്ങളെ വരാനിരിക്കുന്നു. എപ്പോഴാ നിങ്ങള്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അല്ലാഹു ഓരോ ആത്മാവിനെയും പിടിച്ചെടുക്കും അവയുടെ മരണസമയത്താണ്. കഴിഞ്ഞില്ല. വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, മരണം വിധിക്കപ്പെടാത്ത ആത്മാക്കളെ ഉറക്ക സമയത്തും അവൻ പിടിച്ചെടുക്കും. ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ പറയാം ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ, അല്ലേ? അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഇവിടെ മരിക്കാൻ കിടക്കുകയാണ്, ഞാൻ ഇവിടെ ഉറങ്ങാൻ കിടക്കുകയാണെന്നല്ല. മുഅ്മിനീങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ സംഗതിയൊക്കെ. മുഅ്മിനീങ്ങളുടെ യുവത്വം ഇതൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ വളർന്നു വരുന്ന മക്കളെ, വിദ്യാർത്ഥി സമൂഹത്തെ, പേരമക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്കും വല്യപ്പന്മാർക്കും സാധിച്ചിട്ടുണ്ടോ? ഈ കിടക്കണത് ഒടുക്കത്തെ കിടപ്പായിരിക്കാം മക്കളെ. അതുകൊണ്ടത് പറഞ്ഞാളെ റബ്ബാന ലാ തുആഖിദിനാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പറഞ്ഞില്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഉറങ്ങാൻ കിടക്കുമ്പോ അൽബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ആമന റസൂൽ നമ്മൾ പറഞ്ഞത് അത് ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ കഫതാഹു, അവന് ദുനിയാവിലും ആഖിറത്തിലും എല്ലാത്തിനും അതും മതി. പക്ഷെ ആരുണ്ട് ഇത് അറിയുന്ന ആൾക്കാര്? ആരാണ് ഇത് അറിയുന്ന ആൾക്കാർ? അടുത്ത തലമുറക്ക് അത് കൈമാറിയത്. വല്ലതീലം തമുതു ഫീ മനാമിഹാ, അതിലെ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടന്നിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ബിസ്മിക റബ്ബി, റബ്ബേ നിന്റെ നാമത്തിലാണ് വദഅതു ജംബി, ഞാൻ എന്റെ ശരീരം ഇവിടെ വെച്ചത്. വബിക അർഫഉ, നിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ഇവിടെ നിന്ന് ഉയർത്താൻ കഴിയുകയുള്ളൂ. ഇൻ അംസക്ത നഫ്സി, പടച്ചവനെ ഈ ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ എന്നേക്കുമായി നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഫർഹംഹ, പടച്ചവൻ അതിനോട് കരുണ കാണിക്കണമേ. വഇൻ അർസൽതഹ, അല്ല മഹത്തായ നിന്റെ കൃപ കൊണ്ട് കുറച്ചുകൂടി കാലം ജീവിക്കാൻ വേണ്ടി എന്നെ വിടുകയാണെങ്കിൽ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. അല്ലേ, അത്തമരായ അത്യുത്തമരായ നിന്റെ അടിയാറുകളെ നീ സംരക്ഷിച്ചതുപോലെ എന്റെ ആത്മാവിന് തൗഹീദിലും സുന്നത്തിലും തഖ്വയിലും ഈമാനിലും തൗബയിലും അമലു സ്വാലിഹാത്തിലും ഇഖ്ലാസിലും ഇഹ്സാനിലും പടച്ചവനെ പിടിച്ചു നിർത്തണേന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നമ്മളെ. നോക്കിങ്ങള്, വല്ലതീലം തമുതു ഫീ മനാമിഹാ ഫയുംസികുല്ലതി ഖദാ അലൈഹിൽ മൗത്ത്, മരണം വിധിച്ച ആത്മാക്കളെ ഉറക്കത്തിൽ പിടിച്ചെടുത്താൽ പിന്നീട് അല്ലാഹു തിരിച്ചു നൽകുകയില്ല. ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നാൽ ഉറങ്ങാൻ കിടന്നതാണ്, പിന്നെ ഉണർന്നില്ല. സുബഹിക്ക് വിളിച്ചു നോക്കുമ്പോ ഉണർന്നില്ല, തണുത്തീന്നു എന്ന് പറയുന്നത് കേട്ടില്ലേ? നമ്മള് അനുഭവിച്ചില്ലേ? നമ്മുടെ കുടുംബത്തിൽ കൂട്ടുകാരിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഞാനാകുമോ, ഞാനായാൽ എന്താകുമെന്നൊന്ന് ആലോചിക്കാനുള്ളതല്ലേ ജീവിതം. ഇതൊക്കെ ചിന്തിക്കുമ്പോഴല്ലേ ഇബാദത്ത് കൃത്യമായിട്ട് വരിക, ഈമാൻ ശരിയായിട്ട് വരിക, മനസ്സിനെയും ശരീരത്തെയും പഞ്ചേന്ദ്രിയങ്ങളെയും അള്ളാന്റെ ഇഷ്ടത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുക. എപ്പോഴാ? ആ കിടന്ന കിടപ്പിൽ ഇരുന്ന് ഇരിപ്പിൽ നിന്ന നിപ്പില് തിരിഞ്ഞു നോക്കണ നോട്ടത്തിൽ ഇവിടുന്ന് ഒടുക്കത്തെ പോക്ക് പോകേണ്ടിയും എന്ന് ഉൾവിളി ഉണ്ടാകുമ്പോൾ തിരിച്ചറിവുണ്ടാകുമ്പോഴല്ലേ നന്നാവാൻ കഴിയുക. അതല്ലാതെ ഇതാ ശേബാൻ വന്നു, ഇവിടെ അങ്ങേയറ്റം ഇങ്ങേയറ്റം നോമ്പാണ്, പെരുന്നാളാണ്, റമദാൻ വന്നു എന്ന് പറഞ്ഞിട്ടൊരു ആഘോഷ കമ്മിറ്റിക്കാനാവാനാണോ? ഇതൊക്കെ അല്ലല്ലോ. ഇബാദത്തുകൾ മുഴുവനും നിശ്ചയിക്കപ്പെട്ടത് നമ്മുടെ മുത്തഖികളാക്കാൻ വേണ്ടിയല്ലേ, നമ്മുടെ മുഅ്മിനുകളാക്കാൻ വേണ്ടിയല്ലേ, നമ്മുടെ മുഹ്സിനുകളാക്കാൻ വേണ്ടിയല്ലേ. എന്നിട്ട് എന്തായി? അല്ലാഹു പറയാണ്, വയൂർസിലുൽ ലതീ ഖദാ വയൂർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. അല്ല, മരണം വിധിക്കാത്ത ആത്മാക്കൾക്ക് ഉണർച്ചയുടെ സമയത്ത് ആത്മാവിനെ അല്ലാഹു തിരിച്ചു നൽകും. ഇലാ അജലി മുസമ്മ, എന്നേക്കുമായിട്ടുള്ളൊരു നൽകലല്ലോ. അതാ കൃത്യമായ സമയം വരേക്കുള്ള താൽക്കാലികമാണ്. TP ആണെന്നർത്ഥം, ടെമ്പററി പെർമിറ്റാണ്. ഓരോ പകലും കിട്ടുന്നത് ടെമ്പററി പെർമിറ്റാണ്. അതുകൊണ്ട് തന്നെ തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അതിന്റെ കണക്കും പറയേണ്ടി വരും. അല്ലാഹു കാത്ത് രക്ഷിക്കണം. അല്ലാഹു പറയുന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ഓരോ രാവിലും ഉറങ്ങുന്നതിലും ഓരോ പകലിലേക്കും ഉണരുന്നതിലും ഈമാനുള്ള തഖ്വയുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് മരിച്ച ആളുടെ കുടുംബത്തെക്കുറിച്ചല്ല, മരിച്ച ആളിന് കടന്നു പോകേണ്ടുന്ന കടമ്പകളെ കുറിച്ചാണ്. ആ കടമ്പകൾ കടക്കാൻ അയാൾക്ക് കൈപിടിക്കാൻ ഒരാളില്ല, അയാൾക്കിനി വഴി കാണിക്കാൻ ഒരു ഗൈഡ്, ഒരു വഴികാട്ടിയില്ല, അയാളെ ഗുണദോഷിക്കാൻ ആളില്ല, അയാളൊന്ന് പൊതിഞ്ഞു പിടിക്കാൻ സംരക്ഷകരില്ല. എല്ലാം കഴിഞ്ഞു അയാളുടേത്. ഇനി അയാളുടെ ജീവിതത്തിൽ നന്മയാണെങ്കിൽ അയാൾക്ക് സ്വന്തമാണത്, അയാളുടെ ജീവിതത്തിൽ തിന്മയാണെങ്കിൽ അതും അയാൾ സ്വന്തമായി
തന്നെ അനുഭവിക്കണം. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്ത് ആ കട്ടിലിൽ പായൽ ഇങ്ങനെ കിടക്കുമ്പോ ഒന്നാട് കണ്ണടച്ച് നോക്കിയാൽ ആ മയ്യത്ത് ആ വെള്ളപ്പതപ്പിന്റെ ഉള്ളിൽ ഞാനാണെന്ന് തോന്നണം. ആ കിടക്കണത് ഞാനായിരുന്നുവെങ്കിൽ എന്നിങ്ങനെ തോന്നണം. ഒന്നും കൂടെ കണ്ണടച്ചാൽ ഞാനിങ്ങനെ കബറിന്റെ അടിയിൽ കിടക്കുന്നത് ഇങ്ങനെ കാണാൻ കഴിയണം. വേണ്ടേ? കഫാ ബിൽ മൗതി വഇള എന്നാണ് മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മിമ്പറിലെ ഖുതുബ പോലും ഒരു മരണവാർത്ത അറിഞ്ഞാൽ അദ്ദേഹം നിർത്തിവെക്കുമായിരുന്ന. എന്തേ പെട്ടെന്ന് നിർത്തിയെന്ന് ചോദിച്ചാൽ ഇനി എന്തിനാ വേറൊരു ഉപദേശം? കഫാ ബിൽ മൗതി വഇള, ഇതുപോലെ ഇതിന്റെ അപ്പുറത്ത് വേറൊന്നും വേണ്ടല്ലോ എന്നാ. പ്രിയപ്പെട്ടവരെ, മടങ്ങുക, മാറുക, തൗബ ചെയ്യുക, തിരിച്ചു നടക്കാൻ ശ്രമിക്കുക, മരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നന്നായി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് വലിവാലിദൈന അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ അൽ മുതകബ്ബിറുൽ ജബ്ബാർ ലഹുൽ കിതാബു വഇലൈഹിൽ ഇയാബു വഅലൈഹിൽ ഹിസാബ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വഖൂനു ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെടാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ആദരപൂർവ്വം പിന്തുടരാൻ, മുത്തഖീകളായി ജീവിക്കാനും മരിക്കാനും ഇടയാവുന്നവരിൽ ഉൾപ്പെടാൻ നമ്മയും നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മരണം എന്നത് എന്തെങ്കിലും ഒരു നാൾ നമ്മളെ പിടികൂടും. ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സംഗതി കൂടിയിട്ട് ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പല അടയാളങ്ങളിലൊന്ന് യുർഫഉൽ ഇൽമു വയക്സുറുൽ ജഹൽ എന്നാണ്. വിദ്യാഭ്യാസം, വിജ്ഞാനം, പാണ്ഡിത്യമില്ലാതെയാകും, അറിവ് കുറഞ്ഞു വരും, അജ്ഞത കൂടി വരികയും ചെയ്യും. അതെങ്ങനെയാണ് നബിയെ സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ടാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉ ബിന്നാസ്. അല്ലാഹു ഇൽമിനെ ഒരൊറ്റ ഉറക്കത്തിൽ മറപ്പിച്ച് കളയുകയല്ല ചെയ്യുക. ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു ഇൽമും ഇവിടെ ബാക്കിയില്ലാതെ ഇല്ലാതാക്കൂല, അങ്ങനെയല്ല. വലാകി യൻതസിഉഹു യഖ്ബിദുഹു ബിഖബ്ലിൽ ഉലമ. മതമറിയുന്ന, തൗഹീദും സുന്നത്തുമനുസരിച്ച് ആളുകളെ വഴി നടത്തിക്കൊണ്ടിരുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരെ തിരിച്ചു വിളിച്ചുകൊണ്ടാണ് അല്ലാഹു ഇൽമിനെ ഉയർത്തുക. അങ്ങനെ പണ്ഡിതന്മാരില്ലാതെയാകുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, വിവരമില്ലാത്ത ആളുകൾ, മുക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞില്ല, വിവരമില്ലാത്ത ആളുകളെ ജനങ്ങൾ നേതാക്കന്മാരാക്കും. ഫസുഇലു, ആ വിവരമില്ലാത്ത ആളുകളോട് മതപരമായ ഫത്വകൾ ചോദിക്കുന്ന സാഹചര്യമുണ്ടാകും. ഫാഫ്തൗ, ചോദിക്കുന്നതിന് മുമ്പേ അവർ അവരുടെ വിവരക്കേടിന്റെ ആഴത്തിൽ നിന്നുകൊണ്ടുള്ള മറുപടികൾ നൽകും. ഫളല്ലു, അങ്ങനെ അവർ പിഴച്ചുപോകും. ഫഅദല്ലു, അവർ കാരണം പൊതുജനങ്ങൾ പിഴച്ചുപോകുന്ന. പണ്ഡിതന്മാരുടെ മരണം നമ്മളെ ഭയപ്പെടുത്തണം എന്നർത്ഥം. കേരളത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായ ആദരണീയ പണ്ഡിതൻ മുഹമ്മദ് മദനി മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജനാസ ഇൻഷാ അല്ലാഹ് ഇന്ന് 4 മണിക്കാണ് ജനാസ നമസ്കാരം ഉണ്ടാവുക കൊടിയത്തൂര് വെച്ച്. നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ പരലോക വിജയത്തിനു വേണ്ടി, തൗഹീദി പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തീവ്രമായി പരിശ്രമിക്കുകയും പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ഖുറാഫത്തിൽ ജീവിച്ചിരുന്ന ഒരു
മനുഷ്യൻ തൗഹീദ് പഠിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനത്തെ ബോധ്യപ്പെടുത്തി ജീവിച്ച ആ ശുദ്ധമായ ഇഖ്ലാസുള്ള ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. അത് വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന കാലത്തങ്ങോളം ഇങ്ങോളം മരണചിന്ത നിലനിർത്തിക്കൊണ്ട് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ വിടാതെ കൂടെ കൂട്ടിക്കൊണ്ട് ഓരോ മരണത്തിൽ നിന്നും ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും ഞാൻ മരിക്കേണ്ടി വരുമെന്ന ഭയപ്പാടിൽ തിരിച്ചുള്ള യാത്രയ്ക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് ഖുർആനും സുന്നത്തും പറഞ്ഞ തയ്യാറെടുപ്പുകൾ പൂർണ്ണാർത്ഥത്തിൽ നടത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ജീവിക്കാനും മരിക്കാനും ഇടയാകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പ്രഭു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും മക്കളെയും ഇണകളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, ആരോഗ്യവും ദീർഘായുസ്സും ഹിദായത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങോളം ഇങ്ങോളം നിനക്ക് ഇബാദത്തെടുക്കാൻ, നിന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിൽ ശുദ്ധമായ ജീവിതം നയിക്കാൻ, എല്ലാ വിധത്തിലുള്ള പൈശാചികതകളിൽ നിന്നും ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കാൻ, ഹലാല് കൊണ്ട് മതിയാക്കാൻ, നന്മകളിൽ ഉറച്ചു നിന്ന് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഈമാനോടെ ജീവിച്ച് തഖ്വയോടെ മരണപ്പെട്ട് തൗബ ചൊല്ലി മരണപ്പെട്ട് കലിമത്ത് തൗഹീദിന്റെ ഉടമസ്ഥന്മാരായി, അവകാശികളായി, അതിന്റെ പിന്നണിക്കാരായി, അതിന്റെ അനുയായികളായി നിന്നെ കാണാൻ അവരോടൊപ്പം അത്തരക്കാരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും കഷ്ടപ്പാടുകളും ഞങ്ങൾക്ക് നീക്കി തരണമേ റഹ്മാനെ, ശിഫയാക്കി തരണമേ റഹ്മാനെ. ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾക്കും ശിഫ നൽകണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم أجرنا وأجر والدينا وأغننا من النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا. اللهم ربنا توفنا مسلمين والحقنا بالصالحين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.